കൊറോണ ആയിട്ട് ആരും വരുന്നില്ല. എന്താണ് ഹലോ? അതെ, പണിക്കര് തന്നെ. സ്വാമി തന്നെ, പറയൂ, എന്ത് വേണം? ഓ ആയിക്കോട്ടെ. അതിനൊരു ഫോൺ നടത്തേണ്ടി വരും. ഞാൻ പറയാം. ഒരു മിനിറ്റ്, ആരെ വരുന്നുണ്ട്, പിന്നെ വിളിക്കാം. ആരാ ഇത്? വരിക. എന്താണാവോ? എന്താ നന്നായി കാണാൻ വന്നിരിക്കുന്നത്? എന്താ പ്രശ്നം? പറയൂ ബാബു. സ്വാമിയെ ഒന്നും പറയണ്ട. കൊറോണയാണ് ഞങ്ങളുടെ പ്രശ്നം. എന്ത് ചെയ്യാനാണോ? ഇത്ര കാലമായി ആകെ പേടിച്ചിട്ട് കഴിയുന്നു. എങ്ങനെ സമാധാനത്തിൽ ഇരിക്കും വീട്ടിൽ? ഞാനും എൻ്റെ മോള് എത്ര സങ്കടപ്പെടുത്തുന്നറിയോ? ഞങ്ങളുടെ സങ്കടത്തിന്റെ പരിഹാരമൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി എന്നോട് വന്നിരിക്കുന്നു. സ്വാമി, ഞങ്ങളെ സഹായിക്കണേ. ഒന്നും പേടിക്കണ്ട. നോം ഇവിടെ ഉണ്ട്. നിങ്ങൾ യാതൊരു കാരണവശാലും പേടിക്കേണ്ട കാര്യമില്ല. കൊറോണ എന്താ പറയുന്ന സാധനം ഈ സ്വാമി മാറ്റിത്തരും. നിങ്ങൾക്ക് പേടിക്കേണ്ട കാര്യമേ ഇവിടെ ഇല്ല. ആ മാസ്ക് നിങ്ങൾ ആദ്യം ഊരുക. മാസ്ക് ഊരാനോ? സ്വാമി എന്തുവായി പറയുന്നത്? മാസ്ക് ഊരിയ പ്രശ്നമാവില്ലേ? ഒന്നാമതേ ലോകം മൊത്തം കൊറോണ. ഞങ്ങളുടെ വീട്ടിലാണെങ്കിലോ എൻ്റെ ഭർത്താവിന് കൊറോണ, അമ്മായിയമ്മയ്ക്ക് കൊറോണ, അമ്മായിയച്ഛന് കൊറോണ. എന്ത് ചെയ്യാന്? ഞാനും എൻ്റെ മോള് മാത്രം രക്ഷപ്പെട്ടിരിക്കുകയാണ്. കുട്ടി ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട കാര്യമില്ല. ഈ സ്വാമി ഇവിടെ ഉണ്ട്. എല്ലാറ്റിനും പരിഹാരം കാണാം. ഞങ്ങൾ ഊര. ശരി, ഊരല്ലേ? ഊരുണ്ട്. സ്വാമി, എന്തൊക്കെ പ്രശ്നമാണെന്നറിയോ? വരുന്നിടത്തും പോകുന്നിടത്തും എല്ലാം കൊറോണയാണ്. കൊറോണ പേടിച്ച് ഞാൻ ഇന്ന് വല്ലാണ്ടായി കണ്ട സ്വാമി. എന്തൊക്കെ ചെയ്യും പറ? എങ്ങോട്ട് പോകും? എങ്ങോട്ടെങ്കിലും പോകാൻ പറ്റുന്നു? അടുത്ത കാലത്തായിട്ട് എനിക്ക് ഊട്ടിക്ക് പോകാൻ വല്ലാത്ത ആഗ്രഹമായിരുന്നു. ഭർത്താവിനോട് പറഞ്ഞപ്പോഴോ കൊറോണ. എന്തെങ്കിലും ഹോട്ടലിൽ പോയി കഴിക്കാമെന്ന് വിചാരിച്ചാലോ? ഏട്ടനോട് പറയുമ്പോഴോ അപ്പോഴും കൊറോണ. എങ്ങനെ ജീവിക്കും മനുഷ്യൻ? എനിക്ക് സങ്കടം സഹിക്കാനേ വയ്യ സ്വാമി. എൻ്റെ മോളെ കൊണ്ട് എനിക്ക് എങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല സ്വാമി. കൊറോണ കാരണം എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല സ്വാമി. സ്വാമി, ഇതിനൊക്കെ പരിഹാരം കണ്ടായിരുന്നു. ഞങ്ങൾക്ക് സ്വാമി ഞങ്ങളെ സഹായിക്കണം. അപ്പൊ നമുക്ക് പ്രശ്നം വെച്ച് നോക്കാം. എല്ലാത്തിനും പ്രശ്നത്തിന് പരിഹാരം കാണും. ഈ സ്വാമി കണ്ടെത്തും. നോക്കാം. 1 2 3 4 5 6. പുളിങ്കിരുവാ നമ്മളുടെ ഈ സാധനങ്ങളൊക്കെ ബാക്കിയുള്ളവർ പിള്ളേരെ എടുത്ത് കളിക്കാൻ പോയി. കൊറോണ ഒക്കെ അല്ലേ, വീട്ടിൽ നിന്ന് കളിക്കാനായിട്ട് കളിക്കുന്നു എല്ലാവരും. 1 2 8 10 24. ഓഹോ, 38 42. ഈ 2 പിടിക്കുക. കുട്ടി പിടിച്ചോളൂ. ഈ 2 പിടിച്ചോളൂ. വീട്ടിൽ കൊണ്ടുപോയി വറുത്ത് കഴിക്കുക. ഒന്നായിരിക്കും. ഓം നമ 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 കുക്കു കുക്കു തപ തപ കടവത്തി തമ്പളെ പൊട്ടി തവളച്ചി തമ്പളെ പൊട്ടി തവളച്ചി തവളച്ചി. ഓം ശാന്തി. ഓം മഹാ 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 ഓം മഹാ. കാക്ക മാ കാക്കമല്ല. ഓ മാസ. അപ്പൊ ഇത് ഇങ്ങോട്ട്
അപ്പൊ ഈ ഒറ്റ എടുത്ത് നമ്മൾ ഇവിടെ വെക്കുമ്പോൾ ഇരട്ടയാവും, ഇരട്ടയെടുത്ത് അവിടെ വെക്കുമ്പോൾ ഒരട്ടയാവും. ഇറിലാണ് പ്രശ്നം കിടക്കുന്നത്. ഇറിൽ പ്രശ്നം കിടക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു. ആ ശത്രുവാണ് നിങ്ങളുടെ കൊറോണ വരുന്നതിനുള്ള കാരണക്കാരൻ. ആ ഇറിനെ നമ്മൾ എന്തുകൊണ്ട് തടുക്കണം? ഇറാ കൊണ്ട് തടുക്കണം. അതാണ് നമ്മളുടെ അടുത്ത പരിഹാരം. അപ്പൊ നമ്മള് നല്ല പോലെ പ്രാർത്ഥിക്കുക. വെച്ചോളൂ. അമ്മേ ഓം കൊറോണായ നമഃ, കൊറോണാധാരായ നമഃ, ഓം ലോക്ക്ഡൗണായ നമഃ, ഓം 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 കണ്ടെയ്ൻമെന്റ് സോണായ നമഃ. ഓം കുട്ടിയുടെ കൈ ഇങ്ങോട്ട് നീക്കിട്ട, കൈ ഒന്ന് കാണിക്കാം. കൈ നീട്ടാനോ? കൈ തൊടാൻ പറ്റുമോ സ്വാമി? കൊറോണന്റെ ടച്ച് പാടില്ലെന്നല്ലേ? അതുപോലെ 2 മീറ്റർ അകലം വേണം. സ്വാമി എന്താ പറയുന്നത്? കൈ തൊടാൻ പറ്റുമോ? കുട്ടി ഇങ്ങോട്ട് അടുത്തിരിക്കുക. ഈ സ്വാമിയല്ലേ പറയണത്? ഇങ്ങോട്ട് കൈ നീട്ടുക. അയ്യോ, കൈ നീട്ടാൻ സ്വാമി. കൈ ഇങ്ങോട്ട് നീട്ടുക. മോളെ അച്ഛനോട് പറയാൻ കേട്ടാ. സ്വാമി കയ്യിലും തൊട്ടാ കാര്യം അറിയോ? ആ ശരി, അപ്പൊ ഞാൻ കൈ നീട്ടാ സ്വാമി. ഓഹോ, അപ്പൊ ഇതാണല്ലേ അമ്പടി വില്ലത്തി. സോറി, ഭവജനല്ല, ഞാൻ കൊറോണയെ പറഞ്ഞതാണ്. കൊറോണ ഇപ്പൊ എത്തിയിരിക്കുന്നത് ഈ ഞാടി ഞരമ്പിലൂടെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് കടക്കാതിരിക്കാനാണ് ബാക്കി നമ്മൾ ശ്രമിക്കേണ്ടത്. ഈ കയ്യിലാണ് ഇപ്പൊ ഈ കയ്യിൽ കാണുന്ന രേഖ പ്രകാരം നിനക്ക് ഇപ്പോൾ കൊറോണ വരാൻ ചാൻസ് കൂടുതലാണ്. അതിനുള്ള പരിഹാര മാർഗങ്ങൾ ഈ സ്വാമി പറഞ്ഞു തരാം കേട്ടോ. ഇപ്പോ ഭർത്താവ് എവിടെയായിരുന്നു പറഞ്ഞേ? കുട്ടിയുടെ ഭർത്താവ് എവിടെയായിരുന്നു പറഞ്ഞേ? ഏട്ടൻ ഇത്ര ദിവസം ഇന്നലെ വരെ വീട്ടിലുണ്ടായിരുന്നു. ഞങ്ങൾ ഒന്നിച്ച് തന്നെയാണ് ഇരുന്നത്. ഇന്നലെ രാവിലെയാണ് അവർ വിളിച്ച് പറഞ്ഞത് ഏട്ടന് കൊറോണ പോസിറ്റീവാണ്. പിന്നെ അമ്മായിയമ്മയ്ക്കും അമ്മായിയപ്പനും എല്ലാവർക്കും പോസിറ്റീവാണ്. ഞാനും ഉണ്ണിയും കൂടെ മാത്രമേ ഉള്ളൂ. അക്കെ എല്ലാവർക്കും പോസിറ്റീവാണ് വീട്ടിൽ. എല്ലാവരും വീട്ടിൽ തന്നെ ഉണ്ട്. എന്റെ സ്വാമി, അപ്പൊ നിങ്ങൾ ഒരുമിച്ചാണോ ഇന്നലെയൊക്കെ താമസിച്ചത്? ഈ ഒരുമിച്ചാണോ കിടന്നത്? ഒരുമിച്ച് ഇരുന്നിട്ടാണോ അങ്ങോട്ട് വന്നത്? അപ്പൊ കുട്ടിക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിയില്ലേ? ഉണ്ടോ? ഇല്ലേ? എനിക്ക് വലിയ അസ്വസ്ഥതയൊന്നും ഇല്ല. കുട്ടിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ, വലിയ കുഴപ്പമൊന്നുമില്ല. ഞങ്ങളിപ്പോൾ ടെസ്റ്റ് ചെയ്തിട്ട് വരുന്ന വഴിയാണ്. അവർ 11 മണിയാകുമ്പോൾ വിളിക്കാൻ പറഞ്ഞു. 11 മണി ആയില്ലേ? ഇപ്പൊ വിളിക്കുമോ അവര്? ഇപ്പൊ തന്നെ നമുക്കറിയാം റിസൾട്ട് എന്താണെന്ന്. നമുക്ക് കൊറോണ വരാണ്ടിരിക്കുന്ന പൂജ ചെയ്യാനും ഞങ്ങൾ സ്വാമിയുടെ അടുത്ത് വന്നത്. അപ്പൊ ഞങ്ങൾക്ക് വരില്ലല്ലോ കൊറോണ, അല്ലേ സ്വാമി? അപ്പൊ ടെസ്റ്റ് ചെയ്തിട്ടാണോ? ഇപ്പൊ ടെസ്റ്റിന് കൊടുത്തിട്ടാണോ ഇങ്ങോട്ട് വന്നത്? അതെ സ്വാമി, ഞങ്ങൾ ടെസ്റ്റിന് കൊടുത്തിട്ടാ വന്നത്. അതാ ഫോൺ വന്ന് ആശുപത്രിയിൽ വിളിക്കാണ് കേട്ടോ. ഹലോ, അതെയോ? പൈസ വെറുതെ പോയി. ആ ശരി, ഞാൻ വിളിക്കാം. നമ്മൾ ഈ സ്വാമിക്ക് കൊടുത്ത പൈസ വെറുതെ ആയി. നമുക്ക് 2 പേർക്ക് പോസിറ്റീവ് ആണ്. എന്താ സ്വാമി എങ്ങനെയാണോ പൂജ ചെയ്യുന്നത്? ഞങ്ങൾക്ക് 2 പേർക്ക് പോസിറ്റീവ് ആയി. അപ്പൊ നിങ്ങൾക്ക് പോസിറ്റീവാണ്, കൊറോണ പോസിറ്റീവാണെന്ന് പറഞ്ഞപ്പോ എന്റെ ഭഗവതി